നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ കൊഴുക്കട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കനം കുറഞ്ഞ് പൊട്ടിപ്പോവാതെ നല്ല ജ്യൂസി ആയിട്ടുള്ള കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓശാന ഞായറിന് മുമ്പത്തെ ശനിയാഴ്ച, അതായത് കൊഴുക്കട്ട ശനിയാഴ്ചയാണ് മെയിനായിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയിലേക്ക് കിടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കൊഴുക്കട്ടയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അലിയിപ്പിച്ചെടുക്കാം. നമ്മൾ അവലും ശർക്കരയും അതേപോലെ തന്നെ തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഫില്ലിങ് തയ്യാറാക്കുന്നത്. ഈ വെള്ളമൊഴിക്കുന്ന ഈ ഒരു ബൗളില്ലേ, ഈ ഒരു ബൗളിൽ തന്നെയാണ് നമ്മളിപ്പം അരിപ്പൊടി ആണെങ്കിലും കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള അരിപ്പൊടി ആണെങ്കിലും അതേപോലെ ഫില്ലിങ്സ് ആണെങ്കിലും എല്ലാം ഈ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ അളവായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ എല്ലാം എടുക്കാം. ഇപ്പോൾ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ശർക്കരയ്ക്ക് അധികം അഴുക്കില്ല, അതുകൊണ്ടിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ശർക്കര ഇതേപോലെ അലിയിപ്പിച്ച ശേഷം അരിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒരു ചെറിയ രീതിയിൽ തിക്കായി വരുന്നുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതേപോലെ സ്റ്റിക്കി ആയിട്ട് തോന്നും. അതുവരെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക, ശർക്കരപ്പാനി. അപ്പോൾ നമ്മൾ 250 ഗ്രാം ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അലിയിപ്പിച്ചെടുത്തത്. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് അവലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നമ്മളെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ അധികം വെള്ളം ഉള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ അത് കറക്റ്റായിട്ട് കിട്ടും. പതിയെ പതിയെ വറ്റിച്ചെടുക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്യണില്ല, ഉൾപ്പെടുത്താൻ കണ്ടോ. വറ്റി തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറ്റിച്ചെടുക്കാൻ. അതേപോലെ തവി വെച്ച് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവില്ല. തേങ്ങയും അവിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. സ്പൂണും കൊണ്ട് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് ശർക്കരപ്പാനി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തവി വെച്ച് മാറ്റി നോക്കുമ്പോൾ ശർക്കരപ്പാനി വരുന്നില്ല, ഒഴുകി വരുന്നില്ല. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മറ്റൊരു പാൻ വെക്കാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. മാക്സിമം ഒരു 3.5 കപ്പ് വരെ നമുക്ക് ചേർക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ.
വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തവി വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് കുറച്ചു നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് കുഴച്ചെടുക്കാം. തണുത്തു വരുത് കേട്ടോ. ചെറു ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോഴും ഒരുവിധം ചൂടുണ്ട് കേട്ടോ. എന്നാലും ഈ ചൂടിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് വരാം. നമ്മ ഈ എടുത്ത മാവ് കൊണ്ടിട്ട് നമുക്കൊരു 12 കൊഴുക്കട്ട വരെ റെഡിയാക്കാൻ പറ്റിട്ടോ. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. കയ്യില് അല്പം എണ്ണ തടവിയ ശേഷം നമുക്ക് ബൗള് രൂപത്തിലാക്കി എടുക്കാം. അതിനുശേഷം വിരലിൽ അല്പം കൂടെ എണ്ണ തടവിയ ശേഷം ഇതേപോലെ ഒരു ഹോളാക്കി കൊടുക്കാം. എന്നിട്ട് പതിയെ പതിയെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചു കൊണ്ടുവരാം. അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് റൗണ്ട് ആക്കി കൊണ്ടുവരാം. കൊഴുക്കട്ടയ്ക്ക് അധികം കട്ടിയുള്ളത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം തിന്നാക്കി എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഞാൻ സ്ലോയില് സ്പീഡിൽ അടിച്ച് കളയാതെ സ്ലോയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആണെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്ങും അധികമായിട്ട് കുത്തി നിറച്ചങ്ങട് ചേർക്കരുത്. കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തില് വെള്ളം ചൂടാക്കാൻ വെക്കാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. തുടക്കക്കാർക്ക് പോലും, അതായത് ഫസ്റ്റ് ടൈം കൊഴുക്കട്ട ഉണ്ടാക്കുന്നവർക്ക് പോലും ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റും.
കണ്ടോ, നമ്മളിങ്ങനെ 12 ഉണ്ട റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും ബാലൻസ് ഇല്ല. ഫില്ലിംഗ് ഒരു ഇച്ചിരി ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം, ഒരുവിധം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് കൊഴുക്കട്ട എടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ അധികം തിക്കായിട്ടല്ല, തിന്നായിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പൊ നമ്മൾ ഇതിൽ കൂടുതലും അവലാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.